എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ മാത്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ, അതായത് തുല്യ ത്രികോണങ്ങൾ. അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് മാഷ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു തിയറം പഠിച്ചു. എന്താ അതിന്റെ ഷോർട്ട് ഫോം ഒക്കെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു? SSS തിയറം അല്ലെ, ദാറ്റ് ഈസ് സൈഡ് സൈഡ് സൈഡ്. അതെന്താണ് ഒന്നുകൂടി നോക്കിക്കോളൂ. If the sides of triangle are equal to the sides of another triangle, ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് വശങ്ങൾ വേറൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിന് വശങ്ങൾക്ക് ഈക്വൽ ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു ഈക്വൽ ആയത്? ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയാം. രണ്ട് ട്രയാങ്കിൾസ് തുല്യമാണെന്ന് പറയാം. ആംഗിൾസ് ആർ ഈക്വൽ, ആംഗിൾസ് കോണുകൾ തുല്യമാണെന്ന് പറയാം. ഇനി എങ്ങനെ കോണുകൾ തുല്യമാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് കോണുകൾ തുല്യമാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്, അതായത് തുല്യമായ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഈക്വൽ ആയിരിക്കും. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മുടെ സൈഡ് 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 തിയറം അല്ലെങ്കിൽ SSS തിയറം എന്നുള്ളത്. ചെറിയ രൂപത്തിൽ പഠിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം കേട്ടോ. ഇതേപോലത്തെ 3 കൂടി വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് മറക്കരുത്. അപ്പൊ എന്താണ്? ഇഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ, എത്ര സൈഡ്സ് ഉണ്ടാവും ട്രയാങ്കിളിൽ? 3 സൈഡ്സ് അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. If the 3 sides of triangle are equal to 3 sides of another triangle, then triangles are equal, angles are equal. Angles എങ്ങനെ equal എന്ന് പറയാം? Yes, angles equal നോക്കാൻ opposite to the equal sides അല്ലെ, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള ആംഗിൾസ് ഈക്വൽ എന്നുള്ള ആശയം. ഇതാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് ഉപയോഗിച്ചുള്ള പ്രാക്ടീസ് പ്രോബ്ലത്തിലെ കണക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, അത് ശ്രദ്ധിക്കാം. ABC ട്രയാങ്കിൾ ABC, ത്രികോണം ABC യുടെ സൈഡ്സ് ഏതൊക്കെയാ? AB 6 സെന്റിമീറ്റർ, AC 5 സെന്റിമീറ്റർ, BC 4 സെന്റിമീറ്റർ അല്ലെ, 6, 5, 4. ഇനി ഈ ട്രയാങ്കിളിന് തന്നെ നേരെ ഓപ്പോസിറ്റ് താഴെ വീണ്ടും വരച്ചിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? ADB. അതിന്റെ വശങ്ങൾ ഏതൊക്കെയാ? ഒന്ന് 5 സെന്റിമീറ്റർ, ഒന്ന് 4 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്റർ പ്രത്യേകത എന്താ? ABC എന്ന ട്രയാങ്കിളിലും ABD എന്ന ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ളതാണ്. പൊതുവായ സൈഡാണ് 6 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് രണ്ട് ട്രയാങ്കിൾസിന്റെ ഇവിടെ അത് രണ്ടും കൂടി ഒരൊറ്റ ബേസ് ആണ്, ഒരൊറ്റ പാദമായിട്ടാണ് വരച്ചിട്ടുള്ളത് അല്ലെ. എന്തോ ആയിക്കോട്ടെ, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADBയും ഈക്വൽ ആണോ? ഏതാണ് ട്രയാങ്കിൾ ABC? അതിന്റെ ട്രയാങ്കിൾ ADB ഇത് രണ്ട് തുല്യമാണോ? ആണല്ലേ. ABCയുടെ സൈഡ്സും ADBയുടെ സൈഡ്സും തുല്യമായതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? തുല്യമാണ്. തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾസ് ആർ ഈക്വൽ. അതിലെ കോണുകളൊക്കെ തുല്യമാണെന്ന് പറയാം. കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ്, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള. അപ്പൊ നോക്കിക്കോളൂ, ഓരോ ആംഗിൾസും ഏതാണ് തുല്യമായിട്ട് വരുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കേട്ടോ, ഈ 4 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് സൈഡ്, 4 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണല്ലോ. ഈ ആംഗിളിന്റെ പേര് എങ്ങനെ പറയാ? ഈ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ കഷ്ണമാണ് നമുക്ക് ആവശ്യം. ഇതിനെ എങ്ങനെ പറയും? ആംഗിൾ CAB. ആംഗിൾ CAB ഈക്വൽ ടു രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കൂ, ഏതാ? ADB അല്ലെ. അതില് 4 സെന്റിമീറ്റർ ഇവിടെയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് കിടക്കുന്നത്, കണ്ടോ? അപ്പൊ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന ആംഗിൾ ഇതാണ്. ഈ കോണിന്റെ പേര് എങ്ങനെ പറയാം? ABD. ABD. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എടുക്കുക. ഈ സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ 4 സെന്റിമീറ്റർ എഴുതി കഴിഞ്ഞു. ഇനി 5 സെന്റിമീറ്റർ നോക്കൂ. ഈ 5 സെന്റിമീറ്റർ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഇതാണ് അല്ലെ. അതിന്റെ പേര് എങ്ങനെ പറയാം? ABC. ആംഗിൾ ABC ഈക്വൽ ടു ഈ ട്രയാങ്കിളിന്റെ 5 സെന്റിമീറ്റർ ഇവിടെതാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്. ഇതിന്റെ ആംഗിൾ എങ്ങനെ പേര് പറയാ? BAD. ആംഗിൾ BAD. അടുത്തത് 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഇതാ, ആംഗിൾ C ഉണ്ട്. ഇവിടെ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഇതാ, ആംഗിൾ D ഉണ്ട്. അപ്പൊ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയി. ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ അതിലെ ആംഗിൾസും ഈക്വൽ ആയി. അങ്ങനെ ഈക്വൽ ആംഗിൾസും ഈക്വൽ സൈഡ്സും എഴുതാൻ ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ വേറെ പ്രത്യേകത കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതാ, ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ നോക്കൂ, CAB. ഈ മുകളിലുള്ള ആംഗിൾ ആണ്, ഈ വരയുടെ അടിയിലുള്ള ആംഗിൾ ആണ്. ഇവിടെ 1 പേര് കൊടുത്തു.
ഇവിടെ 1 എന്ന് പേര് കൊടുത്തു. കണ്ടോ? ഇങ്ങനെ വരുമ്പോ നമ്മൾ എവിടെയോ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ 7ാം ക്ലാസ്സിൽ. എന്താണ് ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? യെസ്, എന്താണ്? മറുകോണുകൾ, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ. രണ്ട് ലൈന് ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോ ഉണ്ടാവുന്ന ഈ ആംഗിൾസിന് എന്താ പറയാ? മറുകോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയ എന്താ പ്രത്യേകത? ഈ രണ്ട് ലൈൻസ് എന്താവും? ദീസ് ടു ലൈൻസ് ആർ പാരലൽ, സമാന്തരം. അതായത് ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും എന്താ ഓപ്പോസിറ്റ് അടി വരയുടെ അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കണം 1 1. അതേപോലെ തന്നെ ദിസ് 2, ഇവിടെ 2. ഇത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കണം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈൻസ് ഏതൊക്കെയാ? AC ആൻഡ് BD ആർ പാരലൽ എന്ന് പറയാം. AC ആൻഡ് BD ആർ പാരലൽ. PARALLEL. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തരം അല്ലേ? ഓക്കെ. അപ്പൊ നോക്കൂ, ഈ രണ്ട് വരകൾ സമാന്തരാണ്. കൂടാതെ ഈ രണ്ട് വരി സമാന്തരാന്ന് പറയാം. AD ആൻഡ് BC. ആൾസോ AD ആൻഡ് BC ആർ പാരലൽ. കാരണം എന്തായിരുന്നു? യെസ്, ഈ ആംഗിൾസിനെ നമുക്ക് എന്ത് പേര് പറയാം? ഈ രണ്ട് ആംഗിൾസിന് എന്തൊരു പേര് പറയാം? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ദീസ് ടു ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് മറുകോണുകളാണ് അല്ലെ? ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകളാണ് ഈ 1 1 ഈ 2 2 പറയുന്നത്. അങ്ങനെ വരുമ്പോ ഈ ലൈൻസും പാരലൽ ആയിരിക്കും, ഇതും പാരലൽ ആയിരിക്കും. അപ്പോ അതും കൂടി ശ്രദ്ധിച്ചു നോക്കുക. ഈ AD BCക്ക് നമുക്കൊരു പേര് കൂടി പറയാൻ പറ്റും. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 4 cm 4 cm 5 cm 5 cm. കൂടാതെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. AD പാരലൽ ടു BC, BD പാരലൽ ടു AC. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എന്ത് പറയാം? ADBC is a parallelogram. ADBC എന്ത് പറയാം? is a parallelogram. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തരീകം എന്ന് പറയാം അല്ലെ? That's a parallelogram. Opposite sides are equal, opposite sides are parallel. That's a parallelogram അല്ലെങ്കിൽ സമാന്തരീകം. അപ്പൊ നമ്മൾ ഈ ഒരു ആശയം ഉപയോഗിച്ച് നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിന്റെ? ഒരു പാരലലോഗ്രാം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താ പാരലൽ ആവണം, കൂടാതെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവണം. അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു പാരലോഗ്രാം വരയ്ക്കാൻ. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? അപ്പൊ നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ പാരലോഗ്രാം ഓഫ് സൈഡ് 5 cm 6 cm ആൻഡ് 1 ഡയഗണൽ 8 cm. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികരണം. ഒരു വികരണം 8 സെന്റിമീറ്ററും 2 വശങ്ങൾ 5ഉം 6ഉം ആയിട്ട് എന്ത് വരയ്ക്കണം? പാരലോഗ്രാം. എങ്ങനെ വരയ്ക്കണം നോക്കൂ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചിത്രമല്ലേ, അതേപോലെ വരച്ചാൽ മതി. ആദ്യം എന്ത് ചെയ്യണം? അത് നമ്മുടെ ഡയഗണൽ വരയ്ക്കാം. ലെങ്ത് ഓഫ് ഡയഗണൽ 8 cm. ഇത് ഡയഗണലായിട്ട് വരച്ച് ഇതിന്റെ മുകളിൽ എന്ത് വരയ്ക്കണം? ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സൈഡ്സ് ഏതൊക്കെയാ? 5 cm 6 cm എടുക്കുക. നിങ്ങൾ കോമ്പസിൽ സ്കെയിലിൽ കൃത്യമായ ഒരു 5 സെന്റിമീറ്റർ എടുക്കുക, പിന്നെ 6 സെന്റിമീറ്റർ എടുക്കുക കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ 5 സെന്റിമീറ്റർ എടുത്തു, ഒരു ആർക്ക് വരച്ചു. പിന്നെ 6 സെന്റിമീറ്റർ എടുത്തു, അടുത്ത ആർക്ക് വരച്ചു. ഇത് യോജിപ്പിക്കുക. ഒരെണ്ണം 5 സെന്റിമീറ്റർ, ഒരെണ്ണം 6 സെന്റിമീറ്റർ. ദിസ് 5 cm, ദിസ് 6 cm. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ ഇതിന്റെ അതേ ട്രയാങ്കിൾ ഇപ്പുറത്തേക്ക് വരണം. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പാരലൽ ആയിട്ട് വരുന്നത്, ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് 5 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 6 സെന്റിമീറ്റർ വരയ്ക്കുക. അപ്പൊ നോക്കിക്കോളൂ, ആദ്യം നമ്മള് 6 സെന്റിമീറ്റർ ഇതാ ഇവിടെ ഉണ്ട്, അത് ഇവിടെ നിന്ന് വരയ്ക്കാം. ഓക്കെ, ഇവിടെ 6 സെന്റിമീറ്റർ വരയ്ക്കാം. നെക്സ്റ്റ് 5 സെന്റിമീറ്റർ എടുത്ത് എവിടെ നിന്ന് വരയ്ക്കണം? ഈ ഭാഗത്ത് നിന്ന് വരയ്ക്കാം. ഈ ഭാഗത്ത് നമ്മൾ 5 സെന്റിമീറ്റർ വരച്ചു. യോജിപ്പിച്ച് നോക്കൂ. ഇവിടേക്ക് വരച്ചു. ഓക്കെ, this side, this 6 cm, this 6 cm, this 5 cm, this 5 cm. ഇവിടെ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കട്ടെ. ABCD. ഓക്കെ, ആദ്യം ഞാൻ വരച്ചത് ACD എന്ന ട്രയാങ്കിൾ ആണ്. പിന്നെ വരച്ചത് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണോ? കാരണം എന്താ? സൈഡ്സ് നോക്കൂ. ഒന്ന് 8 cm, ഒന്ന് 5 cm, ഒന്ന് 6 cm, ഒന്ന് 8 cm, ഒന്ന് 5 cm, ഒന്ന് 6 cm. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 6ന്റെ ഓപ്പോസിറ്റ് ആംഗിള്, ഇവിടെ 6ന്റെ ഓപ്പോസിറ്റ് ആംഗിള്, 5ന്റെ ഓപ്പോസിറ്റ് ആംഗിള്,
5 opposite angles. So alternate angles are equal, opposite sides are parallel. So ABCD is a parallelogram. അപ്പോൾ പാരലോഗ്രാം സമാന്തരികം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടീസ് പ്രോബ്ലം അല്ലെ, അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇൻ ദി ട്രയാങ്കിൾ ബിലോ AB is equal to QR. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ AB is equal to QR ആണ്, BC is equal to RP ആണ്, CA is equal to PQ ആണ്. കമ്പ്യൂട്ട് ആംഗിൾ C. ആംഗിൾ C കാണണം. ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQRലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ്. നോക്കിക്കോളൂ, വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് നോക്കാം. ഇവിടെ നോക്കൂ, AB is equal to QR. ഏതാണ് AB? ഇതാണ്, ഈ സൈഡാണ് AB. ഞാൻ അവിടെ ഒരു വര വരച്ചു. That's equal to QR. ഇവിടെ ഒരു വര വരച്ചു. QR എന്ന ഭാഗവും AB എന്ന് പറയുന്ന ഭാഗവും ഈക്വൽ ആണ്. രണ്ടാമത്തെ BC സമം RP. ഇതാണ് BC. അവിടെ ഞാൻ രണ്ട് വര വരച്ചു. സമം RP. ഇതാണ് RP. അവിടെ ഞാൻ രണ്ട് വര വരച്ചു. അടുത്ത ഏതാ? CA. മൂന്നാമത് CA. അവിടെ ഞാൻ മൂന്ന് വര വരച്ചു. That's equal to PQ. താഴെ കിടക്കണം. മൂന്ന് വര വരച്ചു. അപ്പോ ഇതിന്റെ മുമ്പ് നമ്മൾ ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സൈഡ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. 4, 5, 6, 4, 5, 6 അല്ലെ. അങ്ങനെ സൈഡ്സ് തന്നോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മൂന്ന് സൈഡ്സും ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആയതുകൊണ്ട് യെസ്, ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾസ് ആർ ഈക്വൽ എന്നൊക്കെ പറഞ്ഞ് എഴുതായിരുന്നു. ഇവിടെ സൈഡ്സിന്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. ലെങ്ത് തരാതെ നമുക്ക് ഈക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മെഷേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ നമുക്ക് ഈ സൈഡ് തന്നുണ്ടോ? ഇല്ല. ഈ സൈഡ് തന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ എഴുതിയിട്ട് തായി തന്നുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റണം. എന്താണ്? സൈഡിന്റെ ലെങ്ത് തന്നിട്ടില്ലെങ്കിലും ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈക്വാലിറ്റി മാർക്ക് ചെയ്യാം. സപ്പോസ് ദിസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതേ അളവുള്ള ഇതാണ്, ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 8 സെന്റിമീറ്റർ ആയിരിക്കും. പക്ഷെ എത്രയാണെന്ന് അറിയില്ല. അതാണ് നമ്മൾ പറയുന്ന അളവുകൾ ഇല്ലാതെ തന്നെ ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റണം. അതിനാണ് നമ്മൾ എസ് തിയറം ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തുല്യമാണ് തന്നത് നമ്മളോട് അടയാളപ്പെടുത്തിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? യെസ്, ഫസ്റ്റ് ട്രയാങ്കിൾ ABCയുടെ 3 sides is equal to എന്താണ്? 3 sides of another triangle. These two triangles are equal. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തിയറം? SSS തിയറം. Using SSS theorem, we can say that these two triangles are equal. Okay. ഇനി triangles equal ആണെങ്കിൽ എന്ത് പറയാം? Angles equal എന്ന് പറയാം. Angles equal ആണെന്ന് എങ്ങനെ എഴുതാം? ഏതൊക്കെ സൈഡ്സ് ആണോ ഈക്വൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യം ആംഗിൾ C എഴുതാൻ പോകട്ടോ. 60, 40, 100 ആയില്ലേ? 100ഉം ഇത് എത്ര വരിക? 80, 80. എന്താ കാരണം? സം ഓഫ് 3 ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി നമ്മൾ പഠിച്ചു. 180. അപ്പൊ 60, 40, 100ഉം ഇത് എത്രയായിരിക്കണം? 80. അപ്പൊ ഇവിടെ 3 ആംഗിൾസും കിട്ടി. ഈ 3 ആംഗിൾസും ഇവിടെ എഴുതണം. എവിടെയൊക്കെ എഴുതും? തോന്നി പോലെ എഴുതാൻ പറ്റുമോ? ഇല്ല. അതിനെന്താ മാർഗം? യെസ്, 40 എവിടെ എഴുതിക്കുന്നത് നോക്കാം. 40 എവിടെ എഴുതിക്കുന്നത്? BC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് BC എന്ന് പറഞ്ഞാൽ BC ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ എവിടെയാ? PR. കണ്ടോ? BC ഈക്വൽ ടു RP ആണ്. ഇത് RP. അപ്പൊ ഈ RPക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്ര വരിക? 40. ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ, ഞാൻ നോക്കിക്കോളും. ഇവിടെ ഒരു വരല്ല ഞാൻ എടുത്തത്. ഒരു വരള്ളത് ഏതാ? AB. ABക്ക് ഓപ്പോസിറ്റ് ആണ് 80. അപ്പൊ ഇവിടെ ഒരു വരള്ളത് ഏതാ? QR. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ABക്ക് ഈക്വൽ ആയിട്ടുള്ള QR ആണ്. QRന്റെ ഓപ്പോസിറ്റ് ഉള്ളത് AB എത്രയാ? അതിന്റെ ഓപ്പോസിറ്റ് എത്രയാ? 80. ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഓക്കെ, 40 എടുത്തു, 80 എടുത്തു. ഇനി 60 ഏതിന്റെ കിടക്കുന്നത്? ACക്ക് ഓപ്പോസിറ്റ് ആണ് 60. ACക്ക് ഓപ്പോസിറ്റ് ആയുള്ളത് PQ ആണ്. PQന് ഓപ്പോസിറ്റ് ഉള്ളത് എത്ര വരിക? 60 ഡിഗ്രി. അങ്ങനെ നമ്മള് സൈഡ്സ് നോക്കിയിട്ട് ആംഗിൾസ് എഴുതാൻ പഠിക്കുക. സോ ആംഗിൾ P is equal to 80 ഡിഗ്രി, ആംഗിൾ Q is equal to 40 ഡിഗ്രി, ആംഗിൾ R is equal to 60 ഡിഗ്രി. അപ്പോ സൈഡ്സിന്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ലെങ്കിലും ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വേറെ പ്രോബ്ലം ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിന്റെ ട്രയാങ്കിൾ AB is equal to QR തന്നിട്ടുണ്ട്, BC is equal to PQ തന്നിട്ടുണ്ട്, CA is equal to RP. കമ്പ്യൂട്ട് ദി റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾസിലും ബാലൻസ് ഉള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ B അറിയില്ല, C അറിയില്ല, A മാത്രം അറിയാം,
ഇവിടെ Q അറിയാം, P അറിയില്ല, R അറിയില്ല. കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പൊ നോക്കൂ, അത് ഞാൻ പറഞ്ഞെന്താ, തന്നിട്ടുള്ള സൈഡ്സ് നോക്കുക. AB is equal to QR. This AB ഒരു വര അടിച്ചു. That's equal to QR. QR അവിടെ QR അവിടെ ഒരു വര അടിച്ചു മാഷ്. The next BC is equal to PQ. BC ഇതാണ്. That's equal to PQ. PQ ഇതാണ്. Okay. Next AC. AC is equal to RP. എവിടെ AC ഇതാണ് AC. മൂന്ന് വര വരച്ചു. That's equal to RP. Okay. അങ്ങനെ ഈക്വൽ സൈഡ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾസ് എഴുതാൻ എളുപ്പമാണ്. ഈ 60 ഏതിന് ഓപ്പോസിറ്റ് ആണ്? ബി സിക്ക് ഓപ്പോസിറ്റ് ആണ് 60 അല്ലെ. ഇപ്പൊ ബി സിക്ക് തുല്യമായത് ഏതാണ്? പി ക്യു ആണ്. ഇവിടെ രണ്ടുപേരെ മാഷ് വരച്ചിട്ടുണ്ട്, ഇവിടെ രണ്ടു വരച്ചിട്ടുണ്ട്. ഇനി വേണ്ട, ബി സിക്ക് ഈക്വൽ ആയിട്ട് പി ക്യു ഇവിടെ എഴുതിയിട്ടുണ്ട്. ബി സിക്ക് ഈക്വൽ ആയിട്ട് പി ക്യു ആണ്. അപ്പൊ ബി സിക്ക് ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ പി ക്യുവിന് ഓപ്പോസിറ്റും 60. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ 70 ഏതിനാ? പി ആറിന് ഓപ്പോസിറ്റ് ആണ് 70. പി ആർ മൂന്ന് വര വരച്ചിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് 70. പി ആർ അതിന്റെ ആർ പി അതിന്റെ ഓപ്പോസിറ്റ് എ സി, ഈക്വൽ ആയിട്ട് എ സി ആണ്. ഇവിടെ എ സി മൂന്ന് വര വരച്ചിട്ടുണ്ട്, എ സി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? 70 ഡിഗ്രി. ക്ലിയർ ആയോ? ഇനി വരാനും കൂടി ഏതാ? എ ബി ഈക്വൽ ടു ക്യു ആർ. എ ബി എന്നുള്ള വര ക്യു ആറിനാണ് ഈക്വൽ. ക്യു ആറിനാണ് എ ബി ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എ ബിയുടെ ഓപ്പോസിറ്റ് എ ബിയുടെ ഓപ്പോസിറ്റ് എത്ര അറിയോ? ഇല്ല. ഈ ക്യു ആർ ഏതാ? ക്യു ആർ അതിന്റെ ഓപ്പോസിറ്റ് എത്ര അറിയോ? ഇല്ല. പക്ഷെ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ. ടോട്ടൽ 180 ആയതുകൊണ്ട് ഇപ്പൊ 60ഉം 70ഉം 130ഉം 50ഉം 180. 70ഉം 60ഉം 130ഉം 50ഉം 180. അപ്പൊ എല്ലാ ആംഗിൾസും ആയി. ആംഗിൾ ബി 70 ഡിഗ്രി, ആംഗിൾ സി 50 ഡിഗ്രി, ആംഗിൾ പി 50 ഡിഗ്രി, ആംഗിൾ ആർ 60 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചോദിക്കും. ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഇതിന്റെ ടെക്സ്റ്റിൽ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ സൈഡ് 8, ഈ സൈഡ് 8, ഈ സൈഡ് 6, ഈ സൈഡ് 6. മിഡിൽ എ ബി ഉണ്ട്, അതിന്റെ ലെങ്ത് അറിയില്ല. All the angles of triangle ABC, ABCയുടെ ആംഗിൾസും ABD യുടെ ആംഗിൾസും ഈക്വൽ ആണോ? ഈ പിക്ചറിലെ ഈ രണ്ട് ട്രയാംഗിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ട്രയാംഗിൾസ് ഈക്വൽ ആയാൽ മതി അല്ലെ. ട്രയാംഗിൾസ് ഈക്വൽ ആണ് നമ്മളിപ്പോ എന്താ പഠിച്ചുള്ള തിയറം? SSS തിയറം. എന്താണ്? 3 sides equal to 3 sides of another triangle. ഇവിടെ ഏതൊക്കെ സൈഡ്സ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. എ സി. അപ്പൊ നമ്മുടെ ഏതൊക്കെ ട്രയാംഗിൾ ആണ്? എ ബി സിയും ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എ ബി ഡിയും. ട്രയാംഗിൾ എ ബി ഡി ഈ രണ്ട് ട്രയാംഗിൾ ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. അപ്പൊ എ ബി സിയില് എ സി എന്ന് പറയുന്ന സൈഡ് ഈ സൈഡ് 8 സെന്റിമീറ്റർ. അത് രണ്ടാമത്തെ ട്രയാംഗിള് എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ എ സി സമം എ ഡി സമം 8 cm എന്ന് പറയാം. ഒന്നാമത്തെ കിട്ടി. ഇനി രണ്ടാമത്തെ എന്ത് പറയാം? ഈ സൈഡ് നോക്കൂ, ബി സി ഈക്വൽ ടു 6 ആണ്. അതേ 6 രണ്ടാമത്തെ ട്രയാംഗിൾ എവിടെ ഉണ്ട്? ബി ഡി 6 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. ഈ ട്രയാംഗിളിലെ രണ്ട് സൈഡും ഈ ട്രയാംഗിളിലെ രണ്ട് സൈഡും ഈക്വൽ ആയി. ഇനി എന്ത് വേണം? തേർഡ് സൈഡും കൂടി ഈക്വൽ ആവണം. ഈ തേർഡ് സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ തേർഡ് സൈഡിന്. എന്താണ് പ്രത്യേകത? യെസ്, അതന്നെ. എന്താ? എ ബി എന്ന് പറയുന്ന ഈ ലൈൻ എ ബി സിക്കും എ ബി ഡിക്കും കോമൺ ആണ് അല്ലെ. അപ്പൊ ഈ സൈഡ് ഈ ട്രയാംഗിളിന്റെ ആണോ? ആണ്. ഈ സൈഡ് ഈ ട്രയാംഗിളിന്റെ ആണോ? ആണ്. ദാറ്റ് ഈസ് ദി കോമൺ സൈഡ്. എങ്ങനെ പറയാം? എ ബി എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാംഗിൾസിനും ഈക്വൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള പോർഷൻ ആണ്. സോ നമ്മൾ അങ്ങനെ വരുന്ന കേസിൽ എന്തായിട്ട് അറിയോ? എ ബി ഈസ് ഈക്വൽ ടു എ ബി. അതിനെന്താ പറയാ? കോമൺ സൈഡ്. എന്താ പറയും? കോമൺ സൈഡ്. ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കൂ, 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ഒരു സൈഡ് ഈക്വൽ ആയി. 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ രണ്ടാം സൈഡ് ഈക്വൽ ആയി. ദിസ് ഈസ് ദി കോമൺ സൈഡ്. ഓക്കെ. അപ്പൊ ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എ ബി ഡിയും എന്തായി? ഈക്വൽ ആയി. Therefore, triangle ABC equal to triangle ABD. കാരണം നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? SSS theorem. SSS theorem എന്ന് പറഞ്ഞാൽ sides of this triangle is equal to three sides of another triangle. So triangles are equal. Clear ആയല്ലോ? ഇനി ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞുള്ളത്
ഈ ട്രയാങ്കിൾസിലെ ആംഗിൾസ് ഈക്വൽ ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ. എങ്ങനെ ഈക്വാലിറ്റി എഴുതാം? ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാം അല്ലെ. ഒന്ന് ഓപ്പോസിറ്റ് സെന്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ്. ഇതിന് എങ്ങനെ പേര് പറയാം? ആംഗിൾ സി എ ബി. ആംഗിൾ സി എ ബി ഈക്വൽ ടു, ഇവിടെ 6 ഓപ്പോസിറ്റ് ഇതാണ്, ഇവിടെ 6 ഓപ്പോസിറ്റ് ഇതാണ്. അപ്പൊ എങ്ങനെ പറയാം? ബി എ ഡി, ആംഗിൾ ബി എ ഡി. ഓക്കെ, രണ്ടാമത് 8 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഉള്ള ഇതാണ്. ഇതിന്റെ പേര് എങ്ങനെ പറയാം? എ ബി സി, ആംഗിൾ എ ബി സി ഈക്വൽ ടു, ഇവിടെ 8 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഉള്ളത് ഇതാണ്. ഇങ്ങനെ പറയാം? എ ബി ഡി, ആംഗിൾ എ ബി ഡി. ഇനി മൂന്നാമത്തെ ഒരു ആംഗിൾ കൂടി ഉണ്ടല്ലോ, ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? ആംഗിൾ സി ഈക്വൽ ടു, ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ഡി. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ 3 സൈഡ്സ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്താൽ മതി. 3 സൈഡ്സ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾസിന്റെ ഈക്വാലിറ്റി എങ്ങനെ എഴുതാം? ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് നോക്കി എഴുതാം. സോ 3 angles are also equal. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇൻ ദി ക്വാഡ്രിലാറ്ററൽ ABCD, AB is equal to AD, BC is equal to CD. ഇതാണ് പിക്ചർ. ഇതില് AB is equal to AD, അതുപോലെ BC is equal to CD, ആംഗിൾ DAC 30 ഡിഗ്രി, ആംഗിൾ ACB 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിന്റെ മറ്റുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പൊ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിള്, ഇവിടെ 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ACDയും ACBയും. ഈ രണ്ടെണ്ണം എന്താണ് തുല്യമാണ്? എന്താന്ന് തെളിയിച്ചാൽ മതി? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ് തെളിയിക്കുക കേട്ടോ. ഇപ്പൊ ഈക്വൽ ആണ് തെളിയിക്കാൻ നമ്മൾ എന്താ പഠിച്ചത്? സൈഡ്സ് ഈക്വൽ ആണ് തെളിയിക്കണം. വശങ്ങൾ തുല്യമാണെന്ന് പറയണം. അതിന് എന്തൊക്കെ സൈഡ്സ് അവിടെ തന്നിങ്ങനെ? ഇവിടെ അളവ് മെഷേഴ്സ് ഒന്നും കാണാനില്ല. പക്ഷെ AB is equal to AD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ AB? ഈ സൈഡ്. ദിസ് സൈഡ് AB is equal to AD. ഈ സൈഡ് ഈക്വൽ ആണ്. രണ്ടാമത്തെ പറയുന്നത് BC is equal to CD. ഏതാ BC? ഇതാണ് BC. BC is equal to CD എന്ന് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ എഴുതാം. ആദ്യം നിന്നുള്ളത് AB is equal to AD. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് BC is equal to CD. അപ്പോ ഇത് ഗിവൺ കണ്ടീഷൻ തന്നിട്ടുള്ളതാണ്. ഇത് എന്താണ്? ഗിവൺ ആണ്. 2 സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നു, നമ്മൾ എഴുതി. ലെങ്ത് അറിയില്ല, ഒരു പ്രശ്നമില്ല, സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 സൈഡ്സും ഈക്വൽ ആയി. ഇനി ഈ ട്രയാങ്കിളിന്റെ 3rd സൈഡ് ഏതാ? നേരത്തെ പറഞ്ഞതുപോലെ AC ആണ് അല്ലേ. ഈ AC എന്ന സൈഡിന്റെ പ്രത്യേകത ഞാൻ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലും പറഞ്ഞു. This AC is common to both these 2 triangles. അല്ലെ, ഈ ട്രയാങ്കിളിനും പൊതുവായുള്ള ഒരു സൈഡാണ് AC, കോമൺ സൈഡ്. അപ്പൊ എന്താ പറയാം? AC is equal to AC, that is common side. അപ്പൊ this side is common to both these 2 triangles. So 3 sides of triangle ACD is equal to 3 sides of triangle ACB. So these 2 triangles are equal. ഇങ്ങനെയാണ്. ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ACD equal to triangle ACB. അപ്പൊ ACDയും ACBയും ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണെന്ന് എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? യെസ്, ഏത് സൈഡാണോ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. ഇവിടെ മാഷ് 2 വര വരച്ചതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് 30. ഇവിടെ 2 വര വരച്ചതിന്റെ ഓപ്പോസിറ്റ് ഇതാണല്ലോ. ഇത് എന്താണ്? 30 ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? CDയും BCയും ആണ് ഈക്വൽ. CDയും BC ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് കോണുകളും തുല്യമായിരിക്കും. അതേപോലെ ADയും ABയും ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാണ്? ദിസ് ആൾസോ 50. അപ്പൊ 2 ആംഗിൾസ് കിട്ടി. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാലോ. ഇതിന്റെ എങ്ങനെയാ? 180 ആണ് അല്ലെ. സം ഓഫ് 3 ആംഗിൾസ് 180 ആയതുകൊണ്ട് 30ഉം 50ഉം 80. സോ ദിസ് ബാലൻസ് ഈസ് 100. സോ ദിസ് ആൾസോ 100. ആംഗിൾസ് ഒക്കെ എഴുതി നോക്കൂ. ആംഗിൾ D 100 ഡിഗ്രി, ആംഗിൾ B 100 ഡിഗ്രി, ആംഗിൾ ACD 50 ഡിഗ്രി, ആംഗിൾ CAB 30 ഡിഗ്രി.
അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഈ ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. സംഭവം വളരെ ഈസിയാണ്. കാര്യം മനസ്സിലാക്കിയ കുട്ടിക്ക് അല്ലെ, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട്. ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം കാര്യം മനസ്സിലാക്കിയിട്ട് എഴുതാനും പറ്റും. അല്ലാതെ ഒന്നും ബൈഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. കാരണം ട്രയാങ്കിൾസ് ആണ്, അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ മാറി മാറി എക്സാമിൽ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണാതെ ഇങ്ങനെ ബൈഹാർട്ട് എഴുതി 50 50 അങ്ങനെയൊന്നും പഠിക്കരുത്. എന്ത് ചെയ്യണം? ഇത് വരച്ച് ഇതേപോലെ ആംഗിൾസ് നിങ്ങൾ മാറ്റി മാറ്റി കൊടുത്ത് ഇതേപോലെ തീരം എഴുതുന്ന പോലെ അത് എഴുതി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് മാത്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുന്നതോറും ഗണിതം, മാത്സ് എന്ന് പറയുന്ന വിഷയം കാണാതെ പഠിച്ച് എഴുതുന്ന വിഷയം ആക്കരുത്. എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇത് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ലാസ്റ്റ് ഒരു സൈഡ് ബോക്സ് ഉണ്ട്, അതും കൂടി പറഞ്ഞുതരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് ഇവിടെ 8ലെ നിങ്ങൾക്ക് അതിനൊരു ബേസ് ഇട്ട് തരികയാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? 3 sides are equal, triangles are equal, angles are equal അല്ലെ. അതിന്റെ കോൺവേഴ്സ്, അതിന്റെ റിവേഴ്സ് ആക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. വശങ്ങൾ തുല്യമായാൽ കോണുകൾ തുല്യമായിരിക്കും. നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, കുറെ എക്സാമ്പിൾസ് ചെയ്തു. ഇനി തിരിച്ചു ചോദിക്കുന്നത് എന്തറിയോ? കോണുകൾ ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആകുമോ? എന്താ ക്വസ്റ്റ്യൻ? ഇഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിലെ കോണുകൾ മറ്റൊരു ത്രികോണത്തിലെ കോണുകൾക്ക്, ഒരു ത്രികോണത്തിലെ ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിലെ ആംഗിൾസിന് ഈക്വൽ ആയാൽ വുഡ് ദെയർ സൈഡ്സ് ആൾസോ ബി ഈക്വൽ. അതിന്റെ സൈഡ്സ് ഈക്വൽ ആകുമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അത് ഉറപ്പില്ല, ആണോ അല്ലേ, നിങ്ങളോട് ചോദിക്കുകയാണ് ഈക്വൽ ആകുമോ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സൈഡ്സ് ഈക്വൽ ആയാൽ ആംഗിൾസ് ഈക്വൽ ആവെന്ന് പറഞ്ഞു. തിരിച്ചും ആംഗിൾസ് ഈക്വൽ ആയാൽ സൈഡ്സ് ഈക്വൽ ആവില്ലേ? പെട്ടെന്ന് കുട്ടികൾക്ക് ഈക്വൽ ആണെന്ന് പറയാൻ തോന്നും. പക്ഷേ അവിടെ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക് കാണാനല്ലേ, എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഒരു എക്സാമ്പിള് 3 ആംഗിൾസ് എടുത്തിട്ട് ട്രയാങ്കിൾ വരച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാനൊക്കെ അറിയാം അല്ലെ. 3 ആംഗിൾ ഉണ്ടായിരിക്കും. ആംഗിൾസിന്റെ മെഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളെ പ്രൊട്രാക്ടർ. അപ്പൊ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾസ് പറഞ്ഞോളൂ. ഓക്കെ, ഏതാ? യെസ്, 30, 60, 90 ആയിക്കോട്ടെ. അപ്പൊ 30, 60, 90 ഡിഗ്രി വരുന്ന നമുക്കൊരു ട്രയാങ്കിൾസ് ഒരു 3 4 എണ്ണം വരച്ചു നോക്കാം. അപ്പൊ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? എത്രയാണ് ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് അറിയോ? ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒരു ആംഗിൾ എത്ര എടുക്കണം? 30 ഡിഗ്രി. അപ്പൊ ഇവിടുന്ന് ഞാൻ 30 ഡിഗ്രി ആംഗിൾ എടുത്തു കേട്ടോ. 30 ഡിഗ്രി എടുക്കുമ്പോൾ എത്രയുള്ളൂ? ഈ സൈഡിന് എത്ര എടുത്തു? ഞാൻ 60 ഡിഗ്രി എടുത്തു. എത്ര എടുത്തു? 60 ഡിഗ്രി എടുത്തു. ഓക്കെ, രണ്ടും കൂടി യോജിപ്പിച്ചു. എന്ത് വരച്ചു? ഒരു ട്രയാങ്കിൾ വരച്ചു. മുകളിലുള്ളതൊക്കെ അവിടെ കിടന്നോട്ടെ. ദിസ് ആംഗിൾ 30 ഡിഗ്രി, ദിസ് ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇതെന്തായിരിക്കും ബാക്കിയുള്ളത്? 90 ആയിരിക്കും കേട്ടോ. ഇതിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. ഇതാണ് ആദ്യം എനിക്ക് 3 ആംഗിൾസും ഈക്വൽ ആയിട്ട് വരച്ചപ്പോ കിട്ടിയ ട്രയാങ്കിൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ABയോ BCയോ ACയോ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഇപ്പൊ ഇത് ഒരു കുട്ടി വരച്ചത് ഇത്ര ലെങ്ത് AB ഇത്ര എടുത്തിട്ടാ വരച്ചത്. എത്രയാണെന്ന് അറിയില്ല, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എടുത്തു. വേറെ കുട്ടി എന്ത് ചെയ്തു? കുറച്ചും കൂടി വലിയ സൈഡ് എടുത്തു. സൈഡിന്റെ ലെങ്ത് അറിയില്ല, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എടുക്കാം അല്ലെ. PQ എന്ന് പേര് എടുത്തു. പക്ഷെ ആംഗിൾസ് തന്നെയാണ് 30, 60, 90. അപ്പൊ കുട്ടി കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചു. എത്ര എടുത്തു? 30 ഡിഗ്രി എടുത്തു. ഇവിടെ അങ്ങനെ വരച്ചു വെച്ചു. ഈ സൈഡ് എത്ര എടുത്തു? കറക്റ്റ് ആംഗിൾ എത്ര എടുക്കണം? 60 ഡിഗ്രി എടുക്കണം. 60 മാർക്ക് ചെയ്തു, അത് യോജിപ്പിച്ചു. അപ്പൊ PQR പേരെടുത്തു. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഇത് എത്ര ബാലൻസ് ഉള്ള? 90. 30, 60, 90, 30, 60, 90. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണോ? ആണോ? ഇതിനേക്കാൾ കുറച്ച് വലുപ്പം കൂടുതലില്ലേ അത്? യെസ്. മൂന്നാമത്തെ ഒരു കുട്ടി എന്ത് ചെയ്തു? കൂടി വലിയ സൈഡ് എടുത്തു. കുറച്ചും കൂടി വലിയ സൈഡ് എടുത്തു. എന്നിട്ടോ ആംഗിൾസ് എത്രയാണ്? 30, 60, 90. ഇവിടെ XY എന്ന് പേര് കൊടുത്തു. XY. ഇവിടുന്ന് 30 ഡിഗ്രി എടുക്കുക. കറക്റ്റ് മെഷർമെന്റ് 30 എടുക്കുക. യോജിപ്പിച്ചു. ഇവിടുന്ന് എത്ര എടുക്കണം? കറക്റ്റ് മെഷർമെന്റ് എടുക്കണം കേട്ടോ. 60 എടുത്തു. 60 എടുത്തിട്ട് അത് യോജിപ്പിച്ചു. ഇതങ്ങനെ നീട്ടണം. ഓക്കെ, ഇതെത്രയാ? 30 ഡിഗ്രി. ഇതെത്രയാ? 60 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 90.
XYZ ഇത് പേര് കൊടുത്തു. മൂന്നാമത് ചിത്രം കിട്ടിയത് രണ്ടാമത് കിട്ടിയത് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ഇനി വേറെ കുട്ടി എന്ത് ചെയ്തു? അതിനേക്കാൾ വലിയൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചു. ഇവിടെ M ഇവിടെ N എന്ന് പേരെടുത്തു. സൈഡിന്റെ ലെങ്ത് അറിയില്ല, പക്ഷെ M എത്ര തന്നെയാ? This M is 30 degree and this N is 60 degree. ഓക്കെ, നമുക്ക് വലിയ സ്കെയിൽ വെച്ച് വരയ്ക്കാം കേട്ടോ. This 30 degree വരയ്ക്കുക. 30 വരച്ചു. ഇവിടെ എത്ര എടുത്തു? 60 degree എടുത്തു. ഓക്കെ, this angle is 30 degree, this angle is 60 degree, this is 90 degree. M and P. അപ്പൊ നോക്കാം, നമുക്ക് എത്ര ട്രയാങ്കിൾ ഇവിടെ വരച്ചു ഞാൻ? 1 2 3 4. ഈ 4 എണ്ണം കാണുമ്പോ ഒരേപോലെ ഉണ്ടെങ്കിലും ഒരേപോലെ തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? വശങ്ങളും നീളം ഒക്കെ ഒരേപോലെ ഉണ്ടോ? കാണുമ്പോ ഒരേപോലെ ഉണ്ട് അല്ലെ, പക്ഷെ സൈഡ്സിന്റെ ലെങ്ത് ഒക്കെ ഡിഫറെന്റ് ആണ്. നീളം കൂടി കൂടി വരികയാണ്. ഇതിനേക്കാൾ ചെറുത് വേണമെങ്കിൽ വരയ്ക്കാട്ടോ. ഒരു കുട്ടിക്ക് ഇത് കുറച്ച് ചെറുതാക്കി വരച്ചു. 30 ഡിഗ്രി വരച്ചു, 60 ഡിഗ്രി, അപ്പൊ കുറച്ച് ചെറുത് കിട്ടും. അപ്പൊ എത്ര ചെറുത് വേണമെങ്കിലും വരയ്ക്കാം, എത്ര വലുത് വേണമെങ്കിലും വരയ്ക്കാം. കാരണം എന്ത് തന്നിട്ടില്ല? ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം തന്നിട്ടില്ല. ആകെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? 30 60 90 ഉള്ള ഡിഗ്രീസ് വരുന്ന എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം. നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികൾക്കും 50 ട്രയാങ്കിൾസ് വരയ്ക്കാം. വരച്ചൂടെ? ഓക്കെ, കാരണം സൈഡ്സിന്റെ ലെങ്ത് അറിയില്ല, പക്ഷെ ആംഗിൾസ് എന്താണ്? 30 60 90. അതുകൊണ്ട് തന്നെ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ചിത്രം കാണുമ്പോൾ ഒരുപോലെ ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെ പറയാം സിമിലർ ട്രയാങ്കിൾസ് ആണ്. SIMILAR. ഇതാണ് സിമിലർ. മലയാളത്തിൽ സദൃശ്യ ത്രികോണങ്ങൾ. സദൃശ്യം എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളത്, ഒരേപോലുള്ളത്, കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും, പക്ഷെ വലിപ്പം വ്യത്യാസം അല്ലേ. ശരി തന്നെയല്ലേ? ഇതിനേക്കാൾ വലിപ്പം കൂടുതലും അതിനേക്കാൾ വലിപ്പം കൂടി അതിനേക്കാൾ കൂടി ലെങ്ത് കൂടി കൂടിയോണ്ടിരിക്കുകയാണ്, പക്ഷെ ആംഗിൾസ് എല്ലാം സെയിം ആണ്. അതിന്റെ അർത്ഥം സെയിം ഷേപ്പ്, ഒരേ ഷേപ്പാണ്, ഡിഫറെന്റ് ഇൻ സൈസ് അല്ലെ. വലിപ്പം വ്യത്യാസമുണ്ട്. സെയിം ഷേപ്പ് ഡിഫറെന്റ് സൈസ്. അങ്ങനത്തെ ഫിഗേഴ്സിന് പറയുന്ന പേരാണ് സിമിലർ ഫിഗേഴ്സ്. അങ്ങനത്തെ ട്രയാങ്കിൾസിന് എന്ത് പറയാം? സിമിലർ ട്രയാങ്കിൾസ്, ദാറ്റ് ഈസ് സദൃശ ത്രികോണങ്ങൾ. ഇത് നമ്മള് 9ാം ക്ലാസ്സിൽ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ചാപ്റ്ററിന്റെ പേര്, സിമിലർ ട്രയാങ്കിൾസ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ആർ ഈക്വൽ, ആംഗിൾസ് ഈക്വൽ ആയാൽ സൈഡ്സ് ഈക്വൽ ആകുമോ? എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്? ഇപ്പൊ ക്ലിയർ ആയോ? യെസ്, ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അപ്പൊ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു. തിരിച്ച് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആകണമെന്നില്ല. അതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. സൈഡ്സ് ഈക്വൽ ആവില്ല. പക്ഷേ ഈ സൈഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നിങ്ങൾ 9th പഠിക്കും. ദി സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. നമ്മൾ അനുപാതത്തിലാണ് ആ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് 9th പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ കാര്യം മനസ്സിലാക്കുക. എന്താണ്? ആംഗിൾസ് ഈക്വൽ ആയാൽ യെസ്, ട്രയാങ്കിളിന്റെ സൈഡ്സ് ഈക്വൽ ആകണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആ ഫസ്റ്റ് തിയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കാര്യങ്ങൾ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സെക്കൻഡ് തിയറുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.